ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷോ ഫസ്റ്റ് ജി കുട്ടാൻ വ്ളോഗ്സ്. വേണ്ടേ ഞാൻ അരി ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ എടുക്കുന്നത് നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിനാണേ. ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുക്കലരിയാണ്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം. ഒരു 3-4 വെള്ളം കഴുകി എടുക്കണം കേട്ടോ. ഞാനിത് ഇപ്പോൾ ഈ അരി എടുക്കുന്നത് രാത്രിയിലാണേ. അപ്പോൾ നമുക്ക് രാവിലത്തേക്കിനാണ്. അപ്പോൾ അരി നന്നായിട്ട് കഴുകി ഒരു 3-4 വെള്ളം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. രാവിലെ ആകുമ്പോഴത്തേക്കിന് നന്നായിട്ട് കുതിർന്ന് കിട്ടുവേ. അപ്പോൾ ഇത് നമുക്ക് രാവിലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വേണ്ട അരി ഒന്ന് അടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യണ്ടേ അരി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ജസ്റ്റ് ഈ 2 പ്രാവശ്യം വാരിയിട്ട് കൊടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. 2ആയിട്ട് പൊടിച്ചെടുക്കാം. അതിൽ കൂട്ടത്തിൽ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അതുമേ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും രണ്ടാമത് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ അരി പൊടിച്ചെടുക്കാനായിട്ട് ഒരു പാടുമില്ല, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പച്ചരി നമ്മൾ പൊടിക്കുന്നതിനേക്കാളും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും, ഒരു പാടുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടി നമുക്ക് പൊടിച്ചതിന് ശേഷം നമുക്ക് വറക്കുകയോ നനയ്ക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് പൊടിച്ചു അപ്പം തന്നെ ചുട്ടെടുക്കാമേ, പുഴുങ്ങിയെടുക്കാമേ. പിന്നെ അതുപോലെ തന്നെ ഈ പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഈ പുട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കി വൈകിട്ട് എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് ചൂടാക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഇത് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തു, പൊടിയും വാരി വെച്ച് മുകളിലും അല്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പുട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു മുട്ടക്കറിയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും തീ കത്തിച്ച് നമുക്ക് മുട്ട വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ചട്ടി മുട്ട വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അല്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമുക്കൊരു തക്കാളി ഇട്ട്, അതെ, ഉള്ളിയൊക്കെ വഴറ്റി വന്നപ്പോഴത്തേക്കിന് എനിക്ക് തക്കാളി ഇടുന്നതും മസാല ഇടുന്ന വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു കേട്ടോ. അപ്പോൾ ഫോൺ വന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ആഫ്രിക്കൻ മല്ലിയിലയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലിയില നല്ല കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മുട്ട ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ട് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ നമ്മുടെ പുട്ടും മുട്ടക്കറിയും കൊണ്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒരു മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.